ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് മാംഗോ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് വിപ്പിംഗ് ക്രീം ഇടുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു ഗ്ലാസ് കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സാധാ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷെ ഒന്നും കൂടി നല്ലത് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഇടുന്നത് മാംഗോ പൾപ്പാണ് കേട്ടോ. ഇത് സംഭവം വെച്ചാൽ മാംഗോ കട്ട് ചെയ്യുക, എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് നമ്മൾ പൾപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇടണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പുറത്തോട്ടൊക്കെ തെറിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇതിനൊന്ന് ചെരിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അത് ഈ ഒരു കുഞ്ഞൊരു യെല്ലോയിഷ് കളറേ കിട്ടുള്ളൂ, നല്ല ഫ്ലഫി ആയി വരും കേട്ടോ. പിന്നെ അതിലോട്ട് മാംഗോ കട്ട്സ് ഇടുന്നുണ്ട്. മാംഗോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ക്രീം എഫക്റ്റ് കിട്ടുമല്ലോ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ബൗളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. ആ മാംഗോ കട്ട്സ് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു കട്ട്സൊക്കെ കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി വരുന്നുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഐറ്റംസൊക്കെ ചെയ്യാം. പിന്നെ വീണ്ടും മാംഗോ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാംഗോ പൾപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കത്തിയോ അങ്ങനെ വല്ലതുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ ടൂത്ത് പിക്ക് കിട്ടാല്ല, അതുകൊണ്ട് ഇപ്പോൾ കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡിസൈനൊക്കെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ കാണാൻ. എന്നിട്ട് അത് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ഇത്രയേ ഉള്ളൂ.